വെറും 15 മിനിറ്റ് നേരം ഒരു ലിഫ്റ്റിൽ പെട്ടുപോയ ഞാൻ അനുഭവിച്ച തീരാവേദനയുണ്ട്, ടെൻഷനുണ്ട്, ഉത്കണ്ഠയുണ്ട്. എന്നെ ഞാൻ രക്ഷിക്കാൻ വരുമെന്ന് തോന്നൽ, ആ നിമിഷം തന്നെ ഞാൻ തീർന്നു പോകുമോ എന്ന ടെൻഷൻ. 5 ദിവസമായി അർജുൻ എന്ന നമ്മുടെ നാട്ടുകാരൻ കർണാടകയിലെ മണ്ണിനടിയിലാണോ അതോ ഇനി ചെളിയിലാണോ അതോ നദിയിലാണോ എന്നറിയില്ല. ജീവൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, 5 ദിവസങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരൻ അനുഭവിക്കുന്ന മനോവേദന എന്തായിരിക്കും? മണ്ണിനടിയിൽ എവിടെയോ ചെറിയ ശ്വാസത്തിന്റെ സഹായത്തോടു കൂടി തന്നെ ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന പ്രതീക്ഷയിൽ അകത്ത് കാത്തിരിക്കുകയായിരിക്കാം. അതോ അസ്തമിച്ചിട്ടുണ്ടാവോ? അസ്തമിക്കാതിരിക്കട്ടെ. ആ പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ജീവൻ കൊടുക്കുന്നതെങ്കിലും നല്ല വാർത്തയ്ക്കായി നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ആരെ കുറ്റം പറയും? ദൈവത്തെയോ പ്രകൃതിയോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടന്നവരെയോ? അവരൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ദൈവത്തോട് തന്നെ ക്രൂരത തോന്നിപ്പോയി. എന്തൊരു ക്രൂരനാണ് ദൈവം, എത്ര ക്രൂരമാണ് പ്രകൃതി എന്ന് ചിന്തിച്ചു പോകും. ഇവിടെ നിന്ന് ജോലി സംബന്ധമായിട്ട് പോയ ആ ചെറുപ്പക്കാരൻ ഒരു ചായ കുടിക്കാൻ നിർത്തുന്നു. പെട്ടെന്ന് തന്നെയാണ്, ഒക്കെ നിമിഷങ്ങളുടെ ഒരു ഇതാണ്. അപ്പം ചായ കുടിക്കാൻ തോന്നിയ ഒരു മനസ്സ് പോലും അദ്ദേഹത്തെ ആ ഒരു അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി ആയിരിക്കുമില്ലേ എന്ന് ചിന്തിച്ചു പോവുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു പ്രദേശം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് മലയിടിഞ്ഞ് വീഴുന്നു അതിന് മുകളിലേക്ക്. ആ ഒരു മലയിടിച്ചിലിൽ ആ ചെറുപ്പക്കാരൻ നദിയിലേക്ക് പോയിട്ടുണ്ടാകുമോ അതോ മണ്ണിനടിയിൽ അയാൾ സുരക്ഷിതനായിരിക്കുമോ? അറിയില്ല. പക്ഷേ നമ്മുടെ ശുഭപ്രതീക്ഷ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അയാൾ ഒരു സിനിമയിൽ എന്ന പോലെ തന്നെ തിരിച്ചു വരണമെന്നാണ്. അർജുനെ എനിക്കറിയില്ല, അർജുനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ നിങ്ങളെപ്പോലെ തന്നെ അർജുനൻ ഇപ്പോൾ എൻ്റെ ആരൊക്കെയാണ്. അർജുനു വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. പ്രാർത്ഥന മാത്രമേ നമുക്ക് നൽകാൻ കഴിയുള്ളൂ. പക്ഷെ ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുക? ഈ ക്രൂരത കാണിച്ച പ്രകൃതിയോടോ ദൈവത്തോടോ? രക്ഷപ്പെട്ടു വന്നാൽ നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയും. പക്ഷേ അതേ ദൈവം തന്നെയല്ലേ ഈ മണ്ണിടിയിലേക്ക് ആ ചെറുപ്പക്കാരനെ എത്തിച്ചത്? അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടാവാം? നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അയാളും ചെയ്തിട്ടുണ്ടാവാം, അതിലേറെ നന്മ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നന്മയും തെറ്റുമൊന്നുമല്ല ഇത്തരം കാര്യങ്ങളിലേക്ക് മനുഷ്യരെ എത്തിക്കുക എന്നുള്ളൊരു ക്രൂരമായ സത്യമാണ്. അവിടെയാണ് പ്രകൃതിയെ നമ്മൾ ക്രൂരം എന്ന് വിളിക്കേണ്ടി വരിക, ദൈവത്തെ നമ്മൾ പഴിചാരുക, ദൈവമൊന്നില്ലെന്ന് തോന്നുക. ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട്, പല മരണങ്ങളും കാണുമ്പോൾ ദൈവം ഇത്ര ക്രൂരനാണോ? അപ്പോൾ ഞാൻ എന്നെ സ്വയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. ദൈവം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ളൊരു വിശ്വാസം മാത്രമാണ്. ദൈവവും പ്രകൃതിക്കും ഇതിന് യാതൊരു ബന്ധവുമില്ല. ചിലതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നൊരു പോയിന്റ് ഉണ്ട്. ഏറ്റവും സർവൈവലായ പാർട്ടികൾ മാത്രം ഭൂമിയിൽ നിലനിൽക്കും. എന്തായാലും അർജുൻ തിരിച്ചു വരട്ടെ. കാത്തിരിക്കുന്നു അർജുനായി.